ഇന്ത്യയുടെ അതിർത്തികൾ ഇനി അനാഥമല്ല. ആർക്കും എപ്പോഴും കയറി വരാവുന്ന ഒരു സത്രവുമല്ല ഇതെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഇന്ത്യ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ കിഴക്കൻ അതിർത്തിയായ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കാണുന്നത് ചരിത്രപരമായ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. വർഷങ്ങളായി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ബംഗാളിനെ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരുടെ താവളമാക്കി മാറ്റിയ ഭരണാധികാരികൾക്ക് കാലം കാത്തുവെച്ച തിരിച്ചടിയാണിത്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ ഭരിച്ചിരുന്ന കാലത്ത് അവിടെ നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പരമാധികാരത്തെയും സുരക്ഷയെയും വെല്ലുവിളിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളാണ് അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറിയത്. മമതയുടെയും അവരുടെ ഗുണ്ടാപ്പടയുടെയും പൂർണ്ണമായ പിന്തുണയും സംരക്ഷണവും ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഉണ്ടായിരുന്നു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇവർക്ക് ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ വരെ നിർമ്മിച്ചു നൽകി ബംഗാളിന്റെ ജനസംഖ്യാ ഘടനയെ തന്നെ അട്ടിമറിക്കാൻ മുൻ സർക്കാർ കൂട്ടുനിന്നു. അതിർത്തി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോഴൊക്കെ മമതയും അവരുടെ അനുയായികളും അതിനെ നഖശിഖാന്തം എതിർത്തു. അതിർത്തിയിൽ മുള്ളുവേലി കെട്ടാനോ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കാനോ ആവശ്യമായ ഭൂമി BSFന് വിട്ടു നൽകാൻ പോലും മമത തയ്യാറായില്ല. ബംഗാൾ തങ്ങളുടെ സ്വന്തം കുത്തകയാണെന്നും അവിടെ എന്ത് നിയമവിരുദ്ധതയും നടക്കുമെന്നായിരുന്നു അവരുടെ ഭാവം. എന്നാൽ ജനാധിപത്യ ഭാരതത്തിൽ ഒന്നിന് ശാശ്വതമായി അന്യായങ്ങൾ തുടരാനാകില്ല എന്ന് കാലം തെളിയിച്ചു. ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയും ജനങ്ങൾ മാറ്റത്തിന് വോട്ട് ചെയ്യുകയും ചെയ്തതോടെ അവിടുത്തെ കളി ആകെ മാറിമറിഞ്ഞു. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ ബംഗാളിൽ അധികാരമേറ്റതോടെ മുൻപ് തഴച്ചു വളർന്ന നുഴഞ്ഞുകയറ്റക്കാരുടെ സുവർണകാലത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി കസേരയിൽ ഇരുന്നയുടൻ പ്രഖ്യാപിച്ചത് രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്ന നയമാണ്. മമത കഴിഞ്ഞ 15 വർഷമായി തടസ്സപ്പെടുത്തി വെച്ചിരുന്ന അതിർത്തി വേലികെട്ടൽ നടപടികളാണ് പുതിയ BJP സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്. അതിർത്തി സുരക്ഷിതമാക്കാൻ BSFന് ആവശ്യമായ 600 ഹെക്ടർ ഭൂമിയും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഇടനാഴിയായ ചിക്കൻ സ്നെക്ക് പ്രദേശത്ത് 121 ഹെക്ടർ ഭൂമിയും വെറും 7 ദിവസങ്ങൾ കൊണ്ടാണ് സുവേന്ദു അധികാരി സർക്കാർ കൈമാറിയത്. ഇതിലൂടെ കാലങ്ങളായി തുറന്നു കിടന്ന അതിർത്തികൾ അടയുകയാണെന്ന് മനസ്സിലാക്കിയ നുഴഞ്ഞുകയറ്റക്കാർക്ക് നിലം പരിശായി. ഇതോടെയാണ് അമിത്ഷായുടെ കൃത്യമായ ആസൂത്രണത്തിൽ കണ്ടെത്തുക, ഇല്ലാതാക്കുക, നാടുകടത്തുക എന്ന ശക്തമായ നയം ബംഗാൾ മണ്ണിൽ നടപ്പിലാക്കിയത്. ബംഗാളിലെ വിവിധയിടങ്ങളിൽ തടങ്കൽ പാളയങ്ങൾ ഉയർന്നതോടെ അനധികൃതമായി താമസിച്ചിരുന്ന ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ ജീവനും കൊണ്ട് അതിർത്തി കടന്ന് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിങ്ങൾ കണ്ടത്. രാജ്യത്തെ പ്രകൃതി വിരുദ്ധമായ ജനസംഖ്യാപരമായ മാറ്റങ്ങൾ അന്വേഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ജനസംഖ്യാ സമിതിയെ പ്രഖ്യാപിക്കുകയും സ്വന്തം നിലയ്ക്ക് രാജ്യം വിട്ടുപോകുന്നവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകില്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തതോടെ നുഴഞ്ഞുകയറ്റക്കാർ ഭയന്നു വിറച്ചു. തങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച സൗകര്യങ്ങൾ അവസാനിച്ചുവെന്ന് ബോധ്യപ്പെട്ടതോടെ അവർ സ്വന്തം രാജ്യത്തേക്ക് തിരികെ ഓടുകയാണ്. ഇതോടെ ബംഗാളിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത് സാധാരണ ജനങ്ങളല്ല, മറിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായ നുഴഞ്ഞുകയറ്റക്കാരായിരുന്നു എന്ന് രാജ്യത്തിന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. സുരക്ഷ കർശനമാക്കിയ ഇന്ത്യൻ സൈന്യവും BSFും ചേർന്ന് ഇവരെ ഓരോരുത്തരെയായി അതിർത്തി കടത്തിവിടുമ്പോൾ ഇന്ത്യൻ മണ്ണ് കൂടുതൽ സുരക്ഷിതമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യൻ സർക്കാർ രാജ്യസുരക്ഷ മുൻനിർത്തി ചെയ്യുന്ന ഈ നിയമപരമായ നടപടികളിൽ ഇപ്പോൾ വലിഞ്ഞു പൊട്ടിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി സംഘടനകൾ. തങ്ങളുടെ ആളുകളെ ഇന്ത്യ പുറത്താക്കുന്നു എന്നറിഞ്ഞതോടെ അവർ ഇന്ത്യക്കെതിരെ കടുത്ത പ്രകോപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യ അതിർത്തിയിൽ കെട്ടുന്ന മുള്ളുവേലി തടയുക എന്ന ലക്ഷ്യത്തോടെ ജമാഅത്തിന്റെ നേതൃത്വത്തിൽ 11 മതമൗലികവാദ പാർട്ടികളുടെ സഖ്യം ഇന്ത്യൻ അതിർത്തിയിലേക്ക് ബഹുജന മാർച്ചുകൾ സംഘടിപ്പിക്കാൻ ആസൂത്രണം ചെയ്യുകയാണ്. ഇതിനായി അവർ ഉന്നയിക്കുന്നത് തീർത്തും വ്യാജവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണ്. ഇന്ത്യ ബംഗ്ലാദേശികളെ വെടിവെച്ച് കൊല്ലുന്നുവെന്നും ബംഗ്ലാദേശിന്റെ ഭൂമി ഇന്ത്യ കയ്യേറുന്നുവെന്നുമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കാനും അതിർത്തിയിൽ മറ്റൊരു ചോരപ്പുഴ ഒഴുക്കി കലാപം സൃഷ്ടിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ മാർച്ചിന് പിന്നിൽ യാതൊരുവിധ ന്യായമായ അടിസ്ഥാനവുമില്ല.
തങ്ങളുടെ നാട്ടിൽ നിന്നും നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടന്ന ആൾക്കാരെ ഇന്ത്യ തിരിച്ചയക്കുന്നു. അതിൽ ഇന്ത്യക്ക് മറ്റു രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല. സ്വന്തം അതിർത്തി കാത്തു സൂക്ഷിക്കാൻ ഏതൊരു പരമാധികാര രാജ്യത്തിനും അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ അതിർത്തിക്ക് അപ്പുറത്തിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു അവകാശവുമില്ല. ഈ മൗലികവാദികളുടെ ലക്ഷ്യം ഇന്ത്യയിൽ വീണ്ടും അശാന്തി പടർത്തുക എന്നത് മാത്രമായിരിക്കാം. പക്ഷേ ഇവർ ഒന്നും ഓർക്കുന്നില്ല, ഇത് പഴയ ഇന്ത്യ അല്ല. അതിർത്തി കടന്നു വരുന്നവനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ബിരിയാണിയും കൊടുത്ത് പോറ്റുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്, അമിത്ഷായുടെ ആഭ്യന്തര മന്ത്രാലയമാണ്. അതിർത്തി കാക്കാൻ ചോര തിളയ്ക്കുന്ന ഇന്ത്യൻ സൈന്യമുണ്ട്. ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് ശക്തിയെയും അതിന്റെ മണ്ണിൽ ചെന്ന് തകർക്കാൻ ശേഷിയുള്ള സൈന്യമാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്. വോട്ട് ബാങ്കിനായി രാജ്യത്തെ ഉറ്റുകൊടുത്ത മമതാ ബാനർജിയുടെ താവളങ്ങൾ തകർന്ന് തരിപ്പണമായതുപോലെ അതിർത്തിയിൽ അനാവശ്യമായി ചോര തിളപ്പിച്ചു വരുന്ന ഈ സംഘടനകളെയും കൂട്ടുകെട്ടിനെയും അർഹിച്ച രീതിയിൽ നേരിടാൻ ഇന്ത്യൻ സൈന്യം ഇന്നും സജ്ജമാണ്. നുഴഞ്ഞുകയറ്റക്കാരില്ലാത്ത, ഭീകരവാദമില്ലാത്ത സുരക്ഷിതമായ ഒരു ഭാരത നിർമ്മിതിക്കായി ഒരടി പോലും പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിനും ഇന്ത്യൻ സൈന്യത്തിനും നമ്മുടെ പൂർണ്ണ പിന്തുണ നൽകാം. അതിർത്തി കടന്നുള്ള ഈ ഭീഷണികളെയും വ്യാജ പ്രചാരണങ്ങളെയും ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയുടെ അതിർത്തി കാക്കുന്നത് വെറുമൊരു സുരക്ഷാ സേനയല്ല, മരം കോച്ചുന്ന തണുപ്പിലും ചുട്ടുപൊള്ളുന്ന വെയിലിലും ചോര തിളപ്പിച്ചു നിൽക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ കാവലാണത്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ത്യയിൽ വീണ്ടും ഒരു വർഗീയ കലാപത്തിന് വിത്ത് പാകാൻ നോക്കുന്ന ബംഗ്ലാദേശിലെ ഈ ഒരു സംഘടനകൾ ഒരു പരിപ്പും അവരുടെ ഒരു ഇതും ഇവിടെ വേവില്ല. സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രി ഭീഷണിപ്പെടുത്തി അവിടെ വീണ്ടും ഒരു ഭരണ അട്ടിമറി നടത്തി ബംഗ്ലാദേശിനെ പൂർണ്ണമായും ഭീകരവാദികളുടെ താവളമാക്കാൻ ശ്രമിക്കുന്ന ഇവരുടെയൊക്കെ കുതന്ത്രങ്ങൾ ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്തു നടക്കും. ഭാരതത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയർന്ന ഏത് കണ്ണിനെയും ചൂഴ്ന്നെടുക്കാൻ നരേന്ദ്രമോദിയുടെ സൈന്യത്തിന് നന്നായി അറിയാം. ഇന്ത്യ ചെയ്തത് ഒരേ ഒരു കാര്യമാണ്, തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ കാത്തു സൂക്ഷിക്കാൻ നിയമവിരുദ്ധരായ കുടിയേറ്റക്കാരെ ആട്ടി ഓടിച്ചു. അതിൽ ഇന്ത്യക്ക് ഒളിപ്പിച്ചു വെക്കാൻ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. ഈ സുരക്ഷാ ക്യാമ്പയിൻ ഇവിടെയും അവസാനിക്കുന്നില്ല. അമിത്ഷാ വ്യക്തമാക്കിയതുപോലെ വരും ദിവസങ്ങളിൽ ഓരോ നുഴഞ്ഞുകയറ്റക്കാരനെയും അരിച്ചു പെറുക്കി കണ്ടെത്തി ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. ബംഗാളും അസമും ഇനി ദേശവിരുദ്ധരുടെ സുരക്ഷിത താവളങ്ങളല്ല. ഇത് ഭാരതത്തിന്റെ അഖണ്ഡതയുടെയും കാവലാളായ മോദി സർക്കാരിന്റെയും പുതിയ യുഗമാണ്. ഇനി ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നുണ്ട്. ഒരു രാജ്യത്തിന് അതിന്റെ അതിർത്തികൾ സുരക്ഷിതമാക്കാനും നിയമവിരുദ്ധമായ കുടിയേറ്റം തടയാനും പൂർണ്ണമായ അവകാശമില്ലേ? അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് അതിർത്തിയിൽ മുള്ളുവേലി നിർമ്മിക്കുന്നത് രാജ്യസുരക്ഷയുടെ ഭാഗമായിരിക്കെ അതിനെതിരെ അയൽരാജ്യങ്ങളിലെ ചില സംഘടനകൾ പ്രതിഷേധവുമായി അതിർത്തിയിലേക്ക് മാർച്ച് നടത്തുന്നത് എത്രത്തോളം ന്യായീകരിക്കാനാകും? പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ 15 വർഷമായി മുടങ്ങിപ്പോയ അതിർത്തി വേലികെട്ടൽ നടപടികൾ പുതിയ സർക്കാർ വന്നയുടൻ ഇത്രയും വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ടായിരുന്നു മുൻ ഭരണകാലത്ത് ഇതിന് ഇത്രയധികം കാലതാമസം നേരിട്ടത്? രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഇത്തരം നിർണായക പ്രൊജക്ടുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ടതാണോ? ഇന്ത്യ തങ്ങളുടെ നിയമപരമായ അതിർത്തി സംരക്ഷണ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ ഭൂമി കയ്യേറുന്നുവെന്നും അതിർത്തിയിൽ ആക്രമണം നടക്കുന്നുവെന്നും കാണിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തെറ്റായ പ്രചാരണങ്ങൾ നടത്താൻ ചിലർ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ദോഷകരമായി ബാധിക്കില്ലേ? ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ജനാധിപത്യ സർക്കാരുമായി ഇന്ത്യ നല്ലൊരു നയതന്ത്ര സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോൾ അതിർത്തിയിലെ ഈ പ്രതിഷേധങ്ങൾ ഇരു രാജ്യങ്ങളെയും സമാധാന അന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണോ എന്ന് സംശയിക്കേണ്ടതില്ലേ? ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ബംഗാൾ സർക്കാരും മുന്നോട്ടു പോകുമ്പോൾ അതിർത്തി കാക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന് കരുത്തു പകരേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. നുഴഞ്ഞുകയറ്റങ്ങൾ പൂർണ്ണമായി തടഞ്ഞ് അതിർത്തിയിൽ സുരക്ഷിതമാക്കുന്ന ഭാരതത്തിന്റെ ഈ ശക്തമായ മുന്നേറ്റത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.